അസ്സലാമു വെൽക്കം ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ. ഇന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താം. 1/2 കിലോ ചെമ്മിയാണ് ഞാൻ ഇവിടെ കഴുകി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വറ്റൽമുളകും ചെറിയ ഉള്ളി ഒരു 20 എണ്ണവും ഒരു വെളുത്തുള്ളി മുഴുവനായും പച്ചമുളക് ഒരു 4 എണ്ണവും കുറച്ച് കരിവേപ്പിലയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇനി കുക്കർ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി വരുമ്പോൾ വറ്റൽമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോൾ തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്കിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കാം. ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചെമ്മീൻ വളരെ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വിസിലടുപ്പിക്കുക. ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡ്രൈ ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും സമയമുള്ളപ്പോൾ ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.